അതാണ് എൻ്റെ ശക്തി, അതാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ ഗോൾ. അവസാനത്തിൽ ഈ ജന്മത്തിൽ ഞാൻ അറിയപ്പെടുന്നുവെങ്കിൽ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകയാക്കപ്പെടുന്നുവെങ്കിൽ ഇതിൻ്റെ ആധാരത്തിലായിരിക്കണം ആവേണ്ടത്. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ ഡ്രീം? നമ്മളൊരു പ്രൊഫഷണലായിട്ടുള്ള എന്നെപ്പോൾ ഞാൻ ഈ കാണുന്ന ഡ്രീം എല്ലാവരും ഒരിക്കലും കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും അവൻ്റേതായിട്ടുള്ള വേറെ ഡ്രീം ഉണ്ടാവും. നല്ലൊരു ബിസിനസ് മാൻ ആയിക്കൊണ്ട് ഒരു ബിസിനസ് ഐക്കൺ എന്ന് ലോകത്ത് അറിയപ്പെടുന്നതായിരിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം കൈവച്ചാൽ രോഗിയുടെ രോഗം മാറുന്ന ഡോക്ടർ ആവണം എന്നായിരിക്കാം. ചിലർക്ക് ഏത് കേസ് തൊട്ടാലും ആ അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ കേസ് കൊടുത്തോ എന്നാൽ നമ്മൾ ജയിച്ചു എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആവണം. നിങ്ങളുടെ ഫീൽഡ് ആയിരിക്കണം കേട്ടോ. ഒരിക്കലും മറ്റൊരാളുടെ കോപ്പി ചെയ്യരുത്. ഒരാൾ പറഞ്ഞതും കേട്ടിട്ട് നമുക്ക് അങ്ങനെയാണല്ലോ, നല്ല എനർജറ്റിക്കായി സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരം കേൾക്കുമ്പോൾ അത് അത്രയും നല്ല കാര്യമാണല്ലോ, എന്നാൽ നമ്മളും അതുപോലെ ആയാലോ എന്ന് വിചാരിക്കും. ആവരുത്. കാരണം അത് പ്രഭാവിതരാവലാണ്. മാറ്റി നിർത്തൂ. അവരുടെ സങ്കല്പത്തിന്, അവരുടെ ഡ്രീമിന്, അവർ പറഞ്ഞ കാര്യത്തിന് അതിൻ്റെതായിട്ടുള്ള എസൻസ് എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തുക. ഞാൻ എന്താണ്?